കണ്ണൂർ പാർട്ടിയിൽ എന്താണ് സംഭവിക്കുന്നത് എന്ന ഒരു ചിത്രം നമ്മുടെ മുന്നിൽ പതുക്കെ പതുക്കെ തെളിഞ്ഞു വരികയാണ്. ഇതിന്റെ തുടക്കം മനു തോമസ് അല്ല. നമ്മൾ അതിന് കുറച്ച് ദിവസം മുൻപ് ഒരു പ്രതികരണം വന്നത് ശ്രദ്ധിച്ചാൽ അത് മനസ്സിലാകും. MV ജയരാജൻ, ആരാണ് ഈ പോരാളി ഷാജി, ഇറങ്ങിവാടാ പോരാളി ഷാജി എന്ന് പറഞ്ഞുകൊണ്ടൊരു വെല്ലുവിളി നടത്തിയത് ഓർമ്മയുണ്ടോ? ഇവിടെ ഇപ്പോൾ മനു തോമസും സമാനമായി ഇതുപോലെയുള്ള ആളുകളെ കുറിച്ച് പറഞ്ഞപ്പോൾ ചാടി ഇറങ്ങി വന്നു. ആദ്യം ആര് വന്നു? പി ജയരാജൻ വന്നു, പി ജയരാജന്റെ മകൻ വന്നു, അത് കഴിഞ്ഞിട്ട് റെഡ് ആർമി വന്നു, ആകാശ് തില്ലങ്കേരി വന്നു, അർജുൻ ആയങ്കി വന്നു. അപ്പോൾ കണ്ണൂരിൽ പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്ന യഥാർത്ഥ പോരാളി ഷാജിമാരെല്ലാവരും പുറത്തേക്ക് മറ നീക്കി വരികയും വെല്ലുവിളിക്കുകയും ചെയ്യുകയാണ്. മനു എന്ന് പറയുന്ന ഒരു വിസിൽ ബ്ലോവറായി നമുക്ക് കൂട്ടാം. പാർട്ടിക്കുള്ളിൽ നിന്നുകൊണ്ട് പല കാര്യങ്ങളും പാർട്ടി സംവിധാനത്തിനുള്ളിൽ പറയാൻ ശ്രമിക്കുന്നു. പരിഹാരം ഉണ്ടാകാതെ വന്നപ്പോൾ പുറത്തിറങ്ങി വന്ന് ആ കാര്യങ്ങൾ പറയുന്ന ഒരു വിസിൽ ബ്ലോവറായി മനു തോമസിനെ നമ്മൾ കരുതുകയാണെങ്കിൽ, അതിൽ മനു പറഞ്ഞ പല കാര്യങ്ങളും നിങ്ങളിവിടെ സൂചിപ്പിച്ചു കഴിഞ്ഞു. മനു പറഞ്ഞ മറ്റൊരു കാര്യം കൂടിയുണ്ടല്ലോ. CPIM-ന്റെ സംസ്ഥാന സമിതി അംഗമായ പി ജയരാജൻ പാർട്ടിയിൽ പുതിയ ഗ്രൂപ്പ് ഉണ്ടാക്കാൻ, CPIM-ൽ പുതിയ ഗ്രൂപ്പ് ഉണ്ടാക്കാനായി ചർച്ച നടത്തിയെന്ന വെളിപ്പെടുത്തലും അതിന്റെ ഭാഗമായി മനു മുന്നോട്ട് വയ്ക്കുന്നുണ്ട്. ഏതൊക്കെ നേതാക്കളുമായിട്ടാണ് ചർച്ച എന്ന് മനു തുറന്നു പറയുന്നില്ല. ഒരു പക്ഷേ അടുത്ത ദിവസങ്ങളിൽ അതും പറയുമായിരിക്കാം. പക്ഷേ പാർട്ടി സെക്രട്ടറിയായി MV ഗോവിന്ദൻ സ്ഥാനമേറ്റതിന് ശേഷം നടത്തിക്കൊണ്ടിരിക്കുന്ന പി ജയരാജൻ നടത്തിക്കൊണ്ടിരിക്കുന്ന കളികളൊന്നും ചെറുതല്ല എന്ന് കണ്ണൂരിലെ പാർട്ടിക്കാർക്കൊക്കെ വ്യക്തമായി അറിയാം. ഇവിടെ ഇപ്പോൾ MV ജയരാജൻ എന്തുകൊണ്ടാണ് ഈ പോരാളി ഷാജിയെ വെല്ലുവിളിച്ച ആ ഊർജ്ജം ഈ മനു തോമസിനെതിരെ കാണിക്കാത്തത്? ചിത്രം വ്യക്തമാണ്. മനു തോമസ് ഇപ്പോൾ ഫീൽഡ് ചെയ്യുന്നത് MV ജയരാജൻ ടീമിന് വേണ്ടിയാണ്. കൃത്യമായി ഫീൽഡ് ചെയ്തുകൊണ്ട് ബാറ്റ് ചെയ്യുകയാണ്. അതായത് ഇവിടെ ഒരു ഷീൽഡ് വെക്കുന്നുണ്ട്. MV ജയരാജനെ കുറിച്ചോ അല്ലെങ്കിൽ ആ നേതാക്കളെ കുറിച്ചോ എന്തെങ്കിലും മനു തോമസിന്റെ പ്രതികരണങ്ങളിൽ ഇതുവരെ കണ്ടോ? കാണുന്നത് മുഴുവൻ എങ്ങോട്ടാണ് അമ്പ ചെയ്ത് വിടുന്നത്? കൃത്യമായി PJ-യിലേക്ക് ഫോക്കസ് ചെയ്തുകൊണ്ടുള്ള ആരോപണങ്ങളാണ് ഉന്നയിച്ചുകൊണ്ടിരിക്കുന്നത്. സംസ്ഥാന സെക്രട്ടറിക്കും മുഖ്യമന്ത്രിക്കുമെതിരെ പാർട്ടിയിൽ പടയൊരുക്കത്തിന് പി ജയരാജൻ ശ്രമിച്ചു എന്ന ആരോപണവും മനു മുന്നോട്ട് വയ്ക്കുന്നുണ്ട്. വടകര തോൽവിക്ക് ശേഷം വെറുതെ ഇരിക്കുകയായിരുന്നു പി ജയരാജൻ. MV ജയരാജൻ അവിടെ ജില്ലാ സെക്രട്ടറിയായി വന്നതിന് ശേഷം കണ്ണൂരിൽ MV ജയരാജൻ മത്സരിക്കുമ്പോൾ എങ്ങനെയായിരുന്നു അവിടുത്തെ പ്രവർത്തനങ്ങൾ? അതേക്കുറിച്ചൊക്കെ പാർട്ടി പരിശോധിക്കണമല്ലോ. മുഖ്യമന്ത്രിയുടെ മണ്ഡലത്തിൽ, പാർട്ടി സെക്രട്ടറിയുടെ മണ്ഡലത്തിൽ വോട്ട് കുറഞ്ഞത് വെറുതെയാണോ? BJP നന്നായി പ്രവർത്തിച്ചിട്ടുണ്ട്, അവർ വോട്ട് സ്വന്തമാക്കി. പക്ഷേ അത് മാത്രമാണോ പാർട്ടിക്കുള്ളിൽ നടന്നത്? കേഡർ വോട്ടുകൾ ചോർന്നു പോയത് എങ്ങനെയാണ്? ആ ചോർച്ച പാർട്ടി അന്വേഷിക്കണം, പാർട്ടി കൃത്യമായി അന്വേഷിക്കണം. യഥാർത്ഥത്തിൽ മനു ഇപ്പോൾ ഒരു വാതിലിങ്ങനെ തുറന്നു പിടിച്ചിരിക്കുകയാണ്. മനുവിന് ചില ലക്ഷ്യങ്ങളുണ്ടാകാം. മനു പാർട്ടിയിൽ നിന്നുകൊണ്ട് ഒരു തിരുത്തൽ ശക്തിയായി പ്രവർത്തിക്കാൻ ശ്രമിച്ചു, പുറത്ത് വന്നിട്ട് കുറേ കാര്യങ്ങൾ പറയുന്നു. അതെല്ലാം നമ്മൾ വളരെ പോസിറ്റീവായി എടുക്കുന്നു. പക്ഷേ മറ്റു ചില നീക്കങ്ങൾ അതിന് പിന്നിൽ നടക്കുന്നില്ലേ എന്ന് സ്വാഭാവികമായും സംശയിക്കേണ്ട ഒരു സാഹചര്യം ഇപ്പോഴുണ്ട്. അതായത് മനുവിനോട് കോർക്കാൻ പി ജയരാജൻ ചാടി ഇറങ്ങി വരുന്നത് കാണുമ്പോഴാണ് അത് ബോധ്യപ്പെടുന്നത്. കാരണം മനുവിനെ ഉൾപ്പെടുത്താതെ ഷാജറിന് വേണ്ടി ആദ്യം ഒന്ന് ബാറ്റ് ചെയ്തതാണ് പി ജയരാജൻ. മാഡം നേരത്തെ സൂചിപ്പിച്ചതുപോലെ ആ ബാറ്റ് ചെയ്തത് ആർക്കു വേണ്ടിയാണോ അയാളുടെ പേര് പറഞ്ഞപ്പോൾ അപ്പോൾ തന്നെ പി ജയരാജന് ക്രോധമിളകുകയാണ്, പൊട്ടിത്തെറിക്കുകയാണ്. പാർട്ടിയിലുള്ള ആളുകൾ തന്നെ പറയുന്നുണ്ട്, ഈ മനുവിനോട് കോർക്കാനായി പി ജയരാജനെ പോലെ ഒരു മുതിർന്ന നേതാവ് പോകണമായിരുന്നോ എന്നുള്ളത്. അങ്ങനെ ഒരു പാർട്ടിയുടെ പൊതുവികാരം വരുന്നുണ്ട്. സംഘടനാ തലത്തിൽ ഒതുങ്ങേണ്ട ഒരു വിഷയം നേതാക്കളുടെ ജാഗ്രത കുറവ് കാരണം പിടിവിട്ടു പോയിരിക്കുകയാണ്. യഥാർത്ഥത്തിൽ കണ്ണൂരിലെ CPIM പകച്ചു നിൽക്കുകയാണ്. മനു ഇപ്പോൾ പുറത്തേക്ക് വിട്ടിരിക്കുന്നത് എവിടെയൊക്കെ ചെന്ന് കൊള്ളുമെന്നുള്ളത് അവർക്കിപ്പോൾ എങ്ങനെ കൺട്രോൾ ചെയ്യണമെന്നറിയാതെ നിൽക്കുകയാണ് CPIM എന്നുള്ളതാണ്. ജില്ലാ സെക്രട്ടറി വിശദീകരിച്ച ഒരു വിഷയത്തിൽ പി ജയരാജൻ ഇത്രയും വ്യക്തിപരമായി അതിനെ എടുത്തുകൊണ്ട് ഇടപെടുന്ന ഒരു സാഹചര്യം. കാരണം ഇപ്പോൾ ബ്രാഞ്ച് സമ്മേളനങ്ങളൊക്കെ തുടങ്ങാൻ പോവുകയാണ്. ഒക്ടോബർ മുതൽ ബ്രാഞ്ച് സമ്മേളനങ്ങൾ, പാർട്ടി കോൺഗ്രസ് വരെയുള്ള സമ്മേളനങ്ങളുടെ ഒരു നീണ്ട നിര CPIM-ൽ നിൽക്കുമ്പോഴാണ്, തെറ്റുതിരുത്തലിലേക്ക് CPIM പോകാനായി തയ്യാറെടുക്കുമ്പോഴാണ് എന്താ സംഭവിക്കുന്നത്? കണ്ണൂരിൽ, അതായത് പാർട്ടിയുടെ കോട്ട എന്ന് പറയുന്ന ആ ചുവപ്പ് കോട്ടയിൽ നെടുങ്ങനെ ഇങ്ങനെ ഒരു വിള്ളൽ വന്ന് വീഴുകയാണ്. അപ്പോൾ ആ ഇടിമിന്നൽ വീണുള്ള ആ വിള്ളലുണ്ടല്ലോ, അത് പെട്ടെന്ന് പരിഹരിക്കാൻ പാർട്ടിക്ക് കഴിഞ്ഞില്ല എങ്കിൽ വലിയ രീതിയിലായിരിക്കും ഈ വിവാദങ്ങളൊക്കെ പാർട്ടിയെ കൊണ്ടുചെന്ന് എത്തിക്കാൻ പോകുന്നത്. അന്ന് ജില്ലാ സെക്രട്ടറി ആയിരുന്ന പി ജയരാജന്റെ ആശീർവാദത്തോടു കൂടിയാണ് കൊട്ടേഷനും സ്വർണ്ണക്കടത്തിനും പാർട്ടിയെ മറയാക്കുന്നവർ സമൂഹ മാധ്യമങ്ങളിൽ പാർട്ടിയുടെ ഔദ്യോഗിക ആളുകളായി പ്രത്യക്ഷപ്പെട്ടു. അതാണ് ഞാൻ നേരത്തെ പറഞ്ഞ MV ജയരാജൻ പോരാളി ഷാജി ഇറങ്ങി വാടാ എന്ന് പറയുമ്പോൾ ആരൊക്കെയാണ് ഈ രീതിയിൽ ഓപ്പറേറ്റ് ചെയ്തുകൊണ്ടിരുന്നത്? പി ജയരാജന് വേണ്ടിയുള്ള പാട്ടും പി ജയരാജന്റെ ഫേസ്ബുക്ക് പേജിന്റെ പേരുമാറ്റവും ഒക്കെ കേരളം കുറെ ചർച്ച ചെയ്തതാണ്. അപ്പോൾ ഈ വിഷയത്തിൽ പി ജയരാജൻ വിവാദത്തിൽ മനു പറഞ്ഞ കാര്യങ്ങളിൽ രണ്ട് കക്ഷിയായി കേരളത്തിലെ കണ്ണൂരിലെ CPIM മാറിക്കഴിഞ്ഞിരിക്കുന്നു എന്നുള്ളതാണ്. സ്വർണ്ണക്കടത്ത് കൊട്ടേഷൻ സംഘത്തിനെതിരെ ഞാൻ പോരാടുകയായിരുന്നു എന്ന് മനു പറയുന്ന ഭാഗം, അത് ഞാൻ അത്രയ്ക്ക് വിശ്വാസത്തിൽ എടുക്കുന്നില്ല. തെറ്റായ ആരോപണങ്ങൾ പ്രചരിപ്പിച്ചു കഴിഞ്ഞാൽ കൂട്ടുനിൽക്കാൻ കഴിയില്ല എന്നൊക്കെയാണ് പി ജയരാജൻ പറയുന്നത്. ഇനി മറ്റൊരു ആരോപണം എന്താണ്? പി ജയരാജന്റെ മകന് നേരെയാണ്. സ്വർണം പൊട്ടിക്കലിന്റെ കോർഡിനേറ്റർ, റെഡ് ആർമിക്ക് പിന്നിൽ അത് പി ജയരാജന്റെ മകൻ തന്നെയാണ് എന്ന് മനു തോമസ് തുറന്നടിക്കുന്നുണ്ട്. അപ്പോൾ പി ജയരാജന്റെ ഫേസ്ബുക്ക് പോസ്റ്റ്, അദ്ദേഹം ഇടുന്ന പോസ്റ്റാണ് മകൻ ജെയിൻ ഷെയർ ചെയ്യുന്നത്. അപ്പോൾ അത് കൊട്ടേഷൻ സംഘങ്ങൾക്ക് വേണ്ടിയുള്ളതാണ്, കൊട്ടേഷൻ സംഘങ്ങളുടെ ഭീഷണിയുണ്ട് എന്നൊക്കെ മനു പറയുമ്പോൾ നമ്മൾ തുടങ്ങിയത് TP-യിലാണ്. അതുകൊണ്ടാണ് ഞാൻ അപ്പോഴേ പറഞ്ഞത്,
മനു മറ്റൊരു TP ആകുമോ എന്നൊരു പേടി ഒരു പക്ഷേ മനുവിനുണ്ടാകും. കാരണം അമ്മാതിരി വിരട്ടലല്ലേ വന്നിരിക്കുന്നത്. അപ്പോൾ യഥാർത്ഥ പോരാളി ഷാജി ആരാണ് എന്നുകൂടി ഇപ്പോൾ ഈ ബഹളം കാണിച്ച് ഈ മസിലൊക്കെ പെരുപ്പിച്ച് നിൽക്കുന്ന ആളുകൾ അതുകൂടി ഒന്ന് പറഞ്ഞ് MV ജയരാജനെ അതൊന്ന് ബോധ്യപ്പെടുത്തണം. കണ്ണൂരിലെ പാർട്ടി എന്തായാലും 2 ചേരിയിൽ നിന്നുകൊണ്ട് അടിച്ചുകൊണ്ടിരിക്കുകയാണ്. അടി കണ്ട് നമുക്ക് നിൽക്കാം. Meet the editors.